നമസ്കാരം. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ 3 മഷി പേനകൾ വെച്ചുള്ള മൈൻഡ് റീഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തേത് നീലമഷി പേനയും, രണ്ടാമത്തേത് പച്ചമഷി പേനയും, മൂന്നാമത്തേത് ചുവപ്പ് മഷി പേനയുമാണ്. എന്തിനാണ് 3 തരം മഷിപ്പേനകൾ ഇവിടെ എടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൂന്നാമത്തെ ചുവന്ന മഷി പേന എടുക്കുന്നത് നിങ്ങൾക്ക് എത്ര പരിശ്രമിച്ചിട്ടും മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു കാര്യം അത് നിങ്ങൾക്ക് നടന്നു കിട്ടിയില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ മൂന്നാമത്തെ മഷിപ്പേന എടുത്ത് എഴുതാൻ പാടുള്ളൂ. സാധാരണഗതിയിൽ 1-ാം നമ്പർ കൊടുത്തിരിക്കുന്ന നീലമഷി കൊണ്ട് ഇതിൽ പറയുന്നത് പ്രകാരം എഴുതുമ്പോൾ തന്നെ ആ ഒരു എഴുതിയ കാര്യം ആദ്യത്തെ 1 മണിക്കൂർ കൊണ്ട് നടന്നു കിട്ടുന്നതാണ്. എന്നാൽ ഒരുപക്ഷെ ആ സമയത്തുള്ള നിങ്ങളുടെ ഏകാഗ്രത കുറവ് കൊണ്ടോ അല്ലെങ്കിൽ നിർഭാഗ്യങ്ങൾ കൊണ്ടോ നിങ്ങൾ എഴുതിയ കാര്യം ആദ്യത്തെ 1 മണിക്കൂറിലും നടന്നില്ല, ആ ഒരു ദിവസം തീരുന്നതിന് മുൻപും നടന്നില്ല എങ്കിൽ അടുത്ത ദിവസം പച്ചമഷി പേന കൊണ്ട് ഇതിൽ പറയുന്നത് പ്രകാരം ട്രൈ ചെയ്യുക. ഈ മൈൻഡ് റീഡിംഗ് പ്രകാരം ഉറപ്പായിട്ടും പറയാൻ സാധിക്കും, ഈ പറഞ്ഞ 2ാമത്തെ സ്റ്റെപ്പായിട്ടുള്ള പച്ചമഷി പേന നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം നടന്നിരിക്കും. ഇനി ഒരു പക്ഷെ നിർഭാഗ്യവശാല് ഈ പറഞ്ഞ 2 പ്രാവശ്യവും പരാജയമാണ് നിങ്ങളുടെ അനുഭവമെങ്കിൽ 3ാമത്തെ തവണ ചുവപ്പ് മഷി പേന കൊണ്ട് ട്രൈ ചെയ്യുക. അതായത് ഇത് നമ്മുടെ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ, എല്ലാ അടവും പരാജയപ്പെട്ടാൽ പൂഴിക്കടകൻ എന്നതുപോലെ ഈ ചുവന്ന മഷി പേന അവസാന അടവായിട്ടാണ് ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അതോടുകൂടി കഴിഞ്ഞ 2 പ്രാവശ്യവും നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് വശ്യമായില്ല എങ്കിൽ ഈ ചുവന്ന മഷി പേന ഉപയോഗിക്കുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ഉപഭോഗ മനസ്സ് നിങ്ങൾക്ക് വശ്യമായി തീരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിപ്പോൾ ഇത്രയും കേട്ടതിൽ നിന്നും ഈ 3 വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള മഷിപ്പേനകളുടെ ഉപയോഗം ഏവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതായിട്ട് ഇത് എങ്ങനെ എപ്പോൾ ഉപയോഗിക്കണം എന്നൊന്ന് പറയാം. ഏറ്റവും ആദ്യം നിങ്ങൾ കടയിൽ നിന്നും 3 വ്യത്യസ്ത ബോൾ പേനകൾ മേടിച്ചു കൊണ്ടുവരിക. എന്നിട്ട് ഈ വീഡിയോയുടെ അവസാനം നിങ്ങളുടെ മനസ്സിനെ ഉന്മാദം കൊള്ളിക്കുന്ന ഈ ഒരു ചിത്രം കാണിക്കും. അത് കണ്ട ശേഷം ഉടനെ തന്നെ നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ട കാര്യം ഒരു വൈറ്റ് പേപ്പറിൽ എഴുതുക. എഴുതുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, അതായത് ഇത് കണ്ട് അവസാനിച്ച ശേഷം, അതായത് ഈ വീഡിയോ അവസാനിച്ച ശേഷം നിങ്ങൾ ഇരുന്ന സ്ഥലത്ത് നിന്ന് മറ്റെവിടെയെങ്കിലും പോകുന്നതിന് മുൻപായിട്ട് നിങ്ങളിത് എഴുതി തീർത്തിട്ട് വേണം എഴുന്നേറ്റ് പോകാൻ. കാരണം ലോ ഓഫ് അട്രാക്ഷൻ അങ്ങനെയാണെങ്കിൽ മാത്രമേ ശരിയായ രീതിയിൽ നമുക്ക് വർക്കൗട്ടായിട്ട് കിട്ടുകയുള്ളൂ. അപ്പം നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ട ആ കാര്യം ഈ പറഞ്ഞതുപോലെ ആവർത്തിച്ച് 10 പ്രാവശ്യം എഴുതണം. അതായത് 1, 2, 3 എന്നീ നമ്പറുകൾ കൊടുത്ത് 10 പ്രാവശ്യം നിങ്ങളുടെ മനസ്സിൽ നടന്നു കിട്ടേണ്ട കാര്യം എന്താണോ അത് എഴുതുക. അതൊരു പക്ഷേ നിങ്ങൾക്ക് ഒന്നിലധികം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഓരോ തവണയും ഒരു കാര്യം മാത്രമേ എഴുതാനായിട്ട് പാടുള്ളൂ. പ്രത്യേകം ഓർക്കുക, വീഡിയോയിൽ അവസാനം കാണിക്കുന്ന ഈ ഒരു ചിത്രം നിങ്ങളത് 5 മിനിറ്റ് സമയം അതിലേക്ക് നോക്കി മനസ്സിനെ നന്നായിട്ട് വശീകരിച്ചതിന് ശേഷം മാത്രമേ നിങ്ങളുടെ മനസ്സിൽ എത്രയും പെട്ടെന്ന് നടന്നു കിട്ടേണ്ട കാര്യം അത് നിങ്ങൾ ആവർത്തിച്ച് എഴുതാൻ പാടുള്ളൂ. ഇത് യാതൊരു കാരണവശാലും നിങ്ങൾ മറന്നു പോകാനായിട്ട് പാടില്ല. ഈ സ്റ്റെപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് പറയാൻ കാരണം അപ്പോൾ മാത്രമേ ഈ മൈൻഡ് റീഡിങ് ശരിയായ രീതിയിൽ നിങ്ങൾക്ക് വർക്കൗട്ട് ആവുകയുള്ളൂ. അപ്പോൾ ഏറ്റവും ആദ്യം പറഞ്ഞത് മറക്കണ്ട, ആദ്യം നീലമഷി പേനയിലാണ് എഴുതേണ്ടത്. എന്നിട്ട് നടന്നു കിട്ടിയില്ലെങ്കിൽ മാത്രം 2ാമത്തെ ദിവസം പച്ചമഷി പേന കൊണ്ട് എഴുതുക. ഇനി 2ാമത്തെ പ്രാവശ്യവും നിർഭാഗ്യവശാൽ ആ കാര്യം നടന്നില്ല എങ്കിൽ 3ാമത്തെ ദിവസം ചുവപ്പ് മഷി പേന നല്ല നിശ്ചയദാർഢ്യത്തോടു കൂടി ഉപയോഗിക്കാം. എന്നാൽ യാതൊരു കാരണവശാലും ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഈ 3 മഷി പേനയും മാറി ട്രൈ ചെയ്ത് നോക്കരുത്. അതുകൊണ്ട് നല്ല ക്ഷമയോടുകൂടി ലോ ഓഫ് അട്രാക്ഷൻ മൈൻഡ് റീഡിംഗ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ഒരു യഥാർത്ഥ ഫലം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചതുപോലെ നിങ്ങളുടെ അനുഭവത്തിൽ വരികയുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാകുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൽ എഴുതി ചോദിക്കാൻ സാധിക്കുക എന്നായിരിക്കും. അങ്ങനെയൊരു സംശയം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. സാധാരണ നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ നമുക്ക് നടന്നു കിട്ടേണ്ടതായിട്ടുള്ള ഏത് കാര്യം വേണമെങ്കിലും എഴുതാനായിട്ട് സാധിക്കും. ഇതിന് ചില ഉദാഹരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ,
എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്ത് ഞാനുമായിട്ട് വഴക്കിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എന്നെ ആ ഒരു വ്യക്തി ഫോൺ ചെയ്യണം. അങ്ങനെ ഒരു ആവശ്യം എഴുതാവുന്നതാണ്. ഇങ്ങനെ ഒരു ആവശ്യം എഴുതുമ്പോൾ നിങ്ങളുടെ സുഹൃത്തിൻ്റെ പേരാണ് നിങ്ങൾ ഇവിടെ എഴുതി ചേർക്കേണ്ടത്. അതായത് ഇന്നയാൾ ഫോൺ ചെയ്യണം. അത് ആവർത്തിച്ച് 10 പ്രാവശ്യം എഴുതി ചേർക്കണം. മറ്റൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് 5000ൻ്റെ ചിട്ടി കിട്ടണം. ഇതും ഈ പറഞ്ഞതുപോലെ 10 പ്രാവശ്യം ആവർത്തിച്ച് എഴുതണം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു പെർഫെക്റ്റ് മൈൻഡ് റീഡിംഗ് ആണ്. നിങ്ങളിത് ആവർത്തിച്ച് എഴുതുമ്പോൾ ആ കാര്യം നിങ്ങളുടെ ഉപബോധ മനസ്സിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. അതിനെ തുടർന്ന് അത് നിങ്ങൾക്ക് സാധ്യമായി കിട്ടും. വാസ്തവത്തിൽ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നത് പ്രപഞ്ചശക്തിയാണ്. നമ്മൾ അതിങ്ങനെ മൈൻഡ് റീഡിംഗ് ടെക്നിക്ക് എന്ന് ഒരു പേര് ചൊല്ലി വിളിക്കുന്നു എന്ന് മാത്രം. അതുകൊണ്ടാണ് എപ്പോഴും പറയാറുള്ളത്, നല്ല ഉറച്ച വിശ്വാസത്തോടുകൂടി, അതായത് നല്ല ഏകാഗ്രതയോടുകൂടി ഉറപ്പായിട്ടും എനിക്കിത് സാധിച്ചു കിട്ടും എന്ന ഒരു ഉത്തമ വിശ്വാസത്തോടു കൂടി ആര് ഇത് ചെയ്യുന്നുവോ അവർക്കാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ അത് 100% പ്രയോജനപ്പെട്ടതായിട്ട് കണ്ടിട്ടുള്ളൂ. അല്ലാതെ ഇത് യുക്തിചിന്തയോടെ കണ്ടാൽ നിങ്ങൾക്കിത് വർക്കൗട്ട് ആവില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ ഇങ്ങനെയുള്ള ഏതൊരു കാര്യം ചെയ്യുന്ന സമയത്തും പൂർണ്ണ വിശ്വാസത്തോടു കൂടി ചെയ്താൽ മാത്രമേ അതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെയുള്ള എല്ലാ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകളും വർക്ക് ചെയ്യുന്നത് ഈ പറഞ്ഞ ഉറച്ച വിശ്വാസത്തിലാണ്. ഇനി നിങ്ങൾക്കുണ്ടായേക്കാവുന്ന വേറെ ഒരു സംശയം, ഇതിന് ഏതെങ്കിലും ദിവസമോ സമയമോ ഇത് ചെയ്യാൻ ഉണ്ടോ എന്ന് നിങ്ങൾക്കൊരു പക്ഷേ സംശയം ഉണ്ടാകാവുന്നതാണ്. അതും സ്വാഭാവികമായിട്ടുള്ള സംശയമാണ്. ഇതിന് അങ്ങനെ പ്രത്യേകിച്ച് യാതൊരുവിധ ദിവസമോ സമയമോ നോക്കേണ്ടതില്ല. നിങ്ങളുടെ മനസ്സ് എപ്പോഴാണ് നല്ല പ്രസരിപ്പോടുകൂടി ശാന്തമായിരിക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ഈ ത്രിവർണമഷി പേനകൾ കൊണ്ടുള്ള ടെക്നിക്ക് ചെയ്തു നോക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾ ഏത് ഭക്ഷണം കഴിച്ചു എന്നതും ഒരു പ്രശ്നമല്ല. നിങ്ങളുടെ പ്രായം പ്രശ്നമല്ല. മാത്രമല്ല, നിങ്ങളുടെ മതപരമായിട്ടുള്ള ചിന്തകൾ എന്തെങ്കിലും നോക്കണമെന്ന് വെച്ചാൽ അതും ഇതിൽ ഒരു പ്രശ്നമല്ല. എന്നാൽ ഈ ഒരു ടെക്നിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ഉചിതമായിട്ടുള്ള സമയം, അതിലൊരു സജഷൻ പറയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കുളിച്ച് ഒന്ന് ഫ്രഷ് ആയ ശേഷമാണ് എപ്പോഴും ഇത് ട്രൈ ചെയ്യുന്നതെങ്കിൽ ആ സമയങ്ങളിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നല്ല ഏകാഗ്രതയോടു കൂടി ഈ മൈൻഡ് റീഡിംഗ് ലോ ഓഫ് അട്രാക്ഷൻ വിജയകരമായിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഒരൊറ്റ കാര്യം എപ്പോഴും ഓർമ്മയിൽ വെച്ചാൽ മതി, ഒരു ദിവസം ഒരു കളർ പേന മാത്രമേ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. ശരി, അപ്പോൾ ഇനി നിങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കുന്ന ആ ഒരു ചിത്രം കാണിക്കാം. ഇതിലേക്ക് 5 മിനിറ്റ് ശ്രദ്ധയോടുകൂടി ഇതിൻ്റെ കൃത്യം നടുഭാഗത്തേക്ക് നോക്കി നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം നടന്നു കിട്ടണമെന്ന് പ്രപഞ്ചശക്തിയോട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങൾ അറിയാതെ തന്നെ വർദ്ധിച്ചു വരുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നു തുടങ്ങും. അങ്ങനെ നല്ല അട്രാക്ഷൻ പവർ കൂടിയ ശേഷം വേണം നിങ്ങളുടെ മനസ്സിലുള്ള ആ കാര്യം നിങ്ങൾ പേപ്പറിൽ എഴുതുവാനായിട്ട്. അപ്പം ഞാൻ 5 മിനിറ്റ് നേരം ഈ ചിത്രം കാണിക്കുവാൻ പോവുകയാണ്. ഇതിലേക്ക് നിങ്ങൾ ശ്രദ്ധയോടുകൂടി നോക്കിക്കൊണ്ടിരിക്കുക.
സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന ആ ഒരു വെള്ള പേപ്പറിൽ നിങ്ങൾ ഉടനെ നടന്നു കിട്ടേണ്ട ആ ഒരു കാര്യം അത് എന്താണോ അത് ആദ്യം പറഞ്ഞതുപോലെ 10 പ്രാവശ്യം ഒന്നിനു പിറകെ ഒന്നായിട്ട് നമ്പറുകൾ ഇട്ട് എഴുതി ചേർക്കുക. എന്നിട്ട് അതിനുശേഷം ഈ 3 പേനകളും പേപ്പറുകളും നമുക്കല്ലാതെ മറ്റാർക്കും എടുക്കാൻ പറ്റാത്ത രീതിയിൽ അലമാരയിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും സുരക്ഷിതമായ സ്ഥാനത്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം നിങ്ങൾ എഴുതിയ ആ ഒരു കാര്യം, അതായത് നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ട ആ ഒരു കാര്യം അടുത്ത 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് നടന്നു കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഒരു പക്ഷെ കിട്ടിയില്ലെങ്കിൽ വീണ്ടും പിറ്റേ ദിവസം ആവർത്തിക്കുക. ഇനി അതുപോലെ തന്നെ ചുവന്ന മഷി ഉപയോഗിച്ചിട്ടും ഒരു പക്ഷെ കാര്യം നടന്നു കിട്ടിയില്ല എങ്കിൽ ഒരാഴ്ച റെസ്റ്റ് ചെയ്ത ശേഷം വീണ്ടും ആവർത്തിച്ച് ഈ ഒരു സെയിം കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യുക. നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ ഏകാഗ്രത ഇതൊക്കെയും ഇതിൽ വലിയ പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷം വേണം നിങ്ങൾ എഴുതാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു റിസൾട്ട്, നിങ്ങളിൽ ഉണ്ടാകുന്ന ആ ഒരു മാറ്റം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ മറക്കരുത്. ഇത് കാണുന്ന മറ്റുള്ളവർക്കും ഇതിൻ്റെ ഒരു ജെന്യുനിറ്റി എത്രത്തോളമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ അത് സഹായിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.